വിശ്വ പറയുന്ന കേൾക്ക്. വേണ്ട വിശ്വ, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട. നിന്റെ മരണം മറ്റുള്ളവർക്കൊരു പാഠമായി തീരട്ടെ. ഇനി മുതൽ മുംബൈയിൽ ഭീമയെ എതിർക്കാം. ആരെങ്കിലും മുമ്പോട്ട് വന്ന് അവനെ കണ്ടു. വിശ്വ പറയുന്ന കേൾക്ക്. നമുക്ക് പോകാം. आ रही है. കുറച്ച് ക്രിട്ടിക്കലാ, ഒന്നും പറയാറായിട്ടില്ല. ട്രൈ ചെയ്യാം. രവികിരൺ की पत्नी जी मैं आइए. ഞങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ. ഇപ്പൊ കണ്ടില്ലേ, നീ പറഞ്ഞൊരു വാക്കുകൊണ്ട് ഒരു കുടുംബം തന്നെ വഴിയാധാരാകാൻ പോവാ. നമുക്കറിയാൻ പാടില്ലെന്നാ എന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ സമാധാനമായിട്ടിരിക്കുന്നത് പേടിച്ചതുകൊണ്ടല്ല, തക്കം നോക്കിയിരിക്കുക, നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. നീ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവൂന്ന് വിചാരിച്ചു. ഇപ്പൊ നിന്നെ കൊണ്ട് മറ്റുള്ളവർക്കും പ്രശ്നം. നമ്മളെ കൊണ്ട് മറ്റുള്ളവർ ജീവിക്കാനേ പാടുള്ളൂ, മരിക്കാൻ പാടില്ല. പോയിക്കോളൂ. അവൻ തിരിച്ചു പോകുന്നത് പോലെ തോന്നുന്നില്ല. ചെറിയ പയ്യനെന്ന് വിചാരിച്ചപ്പോ ചെറിയ പയ്യനല്ല, അണ്ണന്റെ പയ്യനാ. അപ്പൊ നാളെ മഹാമേരി ഡെമോളിഷനില് പ്രോബ്ലം ഉണ്ടാവുമോ? ഇല്ല, അവനുണ്ടായിരുന്നാലല്ലേ. എല്ലാരും കേട്ടോളൂ, ഇത് അവസാനത്തെ താക്കീതാണ്. അടുത്ത 5 നിമിഷത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്, കട എല്ലാം ഒഴിഞ്ഞു പോയിക്കോണം. മനസ്സിലായല്ലോ? ചലോ.
चलो इंस्पेक्टर सब तैयार हो जाओ छूटे ये है ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാ. ഇത് കൊലപാതക കേസാ. ഞങ്ങൾക്ക് വിശ്വയെ കാണണം. കാണാനൊക്കില്ല. എന്ത് ചെയ്യാൻ പോവുക? ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ എന്ന് വിളിച്ചാൽ ചേട്ടന് സംഭവിച്ചതുപോലെ വിശ്വയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വാടാ, കോടതി വെച്ച് നോക്കാം. മർഡർ കേസാണ്. അതും ഭീമയുടെ ആളുകളെയാണ് വെട്ടിയത്. ഗുഡ് മോർണിംഗ്. കുറ്റവാളി വിശ്വ രാമൻകുട്ടിയുടെ മോനാണ്. ചെറുപ്പം തൊട്ടേ വിദേശത്താ വളർന്നു വന്നത്. ഇപ്പൊ വിശ്വ എവിടെ ഉണ്ട്? സെന്റർ ഇല്ല. ഇല്ല, മഹീൻ സ്റ്റേഷനില്ല, പോലീസിന്റെ കസ്റ്റഡിയില. അപ്പൊ എപ്പോഴെങ്കിലും പേര് കിട്ടത്തില്ല. എവിടെ കിട്ടാൻ? കൊച്ചു പയ്യൻ ഈ ലോകം എന്തെന്നറിയാതെ ഞങ്ങൾ ആരാണെന്നറിയാതെയാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ വിടാമെന്ന് കരുതിയതാ. കണ്ട് ഞാൻ നിന്നെ എവിടെ വെച്ച് കാണും, എവിടെ തേടുവെന്ന് ഞാൻ കണ്ട് ഞാൻ. എന്നിട്ട് ഭീമാന്ന് വിചാരിച്ച് വേറെ ആരെയും കൊല്ലാൻ പാടില്ലല്ലോ, അതാ. നീ എന്നെ കൊല്ലുമെന്നോ? എന്റെ അച്ഛനെ കൊന്നത് ആരാണെങ്കിലും ഞാൻ കൊന്നിരിക്കും. അതിന് നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ? ഭീമാഭായ് എന്തായി ചെയ്യുന്നത്? ഇത് പോലീസ് സ്റ്റേഷനാണ്, വലിയ പ്രശ്നം ഉണ്ടാവും. വേണ്ട, ഞാൻ ജീവനോടെ തന്നേക്കാം. പുറത്തു വെച്ച് നിങ്ങൾ കൈകാര്യം ചെയ്തു. പ്രോമിസ്. അതിനു മുൻപ് നാളെ പുലരുമ്പോ നിനക്ക് സൂര്യോദയം കാണാൻ പറ്റുമോ നോക്ക്. छोड़ दो उसको। छोड़ दो। खोल दो रस्सी। അക്യൂസിനെ അറസ്റ്റ് ചെയ്താൽ കോർട്ടിൽ ഹാജരാക്കിയാണ് വേണ്ടത്. ഇങ്ങനെ ഇടിക്കുകയല്ല ചെയ്യേണ്ടത്. ആദ്യം ബട്ടൺ ഇടണം. മാഡം, ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ തലയിടരുത്. ഇതൊക്കെ രാഷ്ട്രീയമാ. ഞാൻ രാഷ്ട്രീയക്കാരിയൊന്നുമല്ല. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാറുമില്ല. മാഡം, I will surrender him in the court.
വെള്ളം. വിശ്വ, സാർ ഇത് ഞാനാണ്. ഓക്കെ. സർ, അക്യൂസ്റ്റിനെ എപ്പോൾ ലോക്കൽ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തോ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ വേഗം അവിടുന്ന് പോകാൻ നോക്ക്. ബട്ട് സർ, വിശ്വ ഇവിടെ. പറഞ്ഞതനുസരിക്കൂ, ഇത് ഓർഡറാണ്. എടോ വീട്ടിൽ പോ. സാർ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ? നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഞാൻ നോക്കിക്കോളാം, നീ പുറപ്പെട്. എടോ ഇങ്ങി വന്നേ. സാർ. ഒരു ചിക്കൻ ബിരിയാണിയും കോഴി പൊരിച്ചതും മേടിച്ചോണ്ട് വാ. 2 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി. ഓക്കെ സാർ. ആ ഇൻസ്പെക്ടർ വല്ലാതെ വിളിക്കുന്നവരെ നമ്മൾ വിളിക്കും. ഗാഡി രുക്കോ. എടോ എത്ര നേരം എന്ന് വെച്ചാ കാത്തു നിൽക്കുന്നേ? വേഗം 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 പോ. വിശ്വ ഞങ്ങള് വേഗം വേഗം ഒച്ച ഉണ്ടാക്കാതെ കൊണ്ടുപോ. എടാ ചുമ്മാ പോകാതെ. എടാ 4 അടി അടിച്ചു പോ. അടിയടാ. ഇനി മതി മതി. പോ പോ പോക്കോ. പോകാൻ പോ പോ. വേഗം പോ പോ. എവിടെ വിശ്വ? വിശ്വ നിങ്ങളുടെ ആൾക്കാരല്ലേ വന്ന് കൂട്ടിക്കൊണ്ട് പോയേ? നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നല്ലേ? അവനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ആരുത്തരം പറയും? സാർ, വിശ്വ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും. അല്ലെങ്കിൽ എൻകൗണ്ടറിനുള്ള ഓർഡർ ഞാൻ അവനെ പോലീസാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്. ഇതുപോലുള്ള ഓഫീസേഴ്സ് കാരണം ജനങ്ങൾ പോലീസിന് സംരക്ഷണം കൊടുക്കേണ്ട അവസ്ഥയിലായി. Any witnesses? No, Your Honor. Since no material evidence or witness statements have been recorded against the accused, this court is inclined to grant bail to the accused. ഒരുപാട് നന്ദിയുണ്ട്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. സാക്ഷി പറയാൻ ആരും വരാത്തത് ഭയന്നിട്ടല്ല, മര്യാദ കൊണ്ടാണ്. നേതാവാകാൻ നമ്മൾ തേടിപ്പോകരുത്, നമ്മളെയാണ് തേടി വരേണ്ടത്. ജനങ്ങൾ വിളിക്കുന്നു, അവരുടെ നേതാവിനെയാണ് വിളിക്കുന്നത്.